ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉരുത്തിരിഞ്ഞത്. അതിലൊന്നായിരുന്നു നടി അന്ന രാജന്റെ പുറത്തുവന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇപ്പോഴിതാ വൈകാരികമായ കുറിപ്പിലൂടെ കൈകൂപ്പി കണ്ണുനീരോടെ മാപ്പു ചോദിച്ചുകൊണ്ട് അന്ന തന്റെ ഭാഗം വിശദീകരിച്ചിരിക്കുകയാണ്. നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കൈകൂപ്പി കണ്ണുനീരോടെ ആറ്റുകാൽ അമ്മയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ ആദ്യമായി പൊങ്കാലയർപ്പിച്ച ദിനമായിരുന്നു അത്. ശുദ്ധമായ ഭക്തിയോടെയാണ് ഞാൻ അവിടെ എത്തിയിരുന്നത്. അതികഠിനമായ ചൂടിൽ നിന്നുകൊണ്ട് വിറകടുപ്പിൽ പൊങ്കാലയൊരുക്കി അമ്മയുടെ നാമം ജപിച്ച് വിശ്വാസത്തോടെ ആ നിമിഷം അനുഭവിക്കുകയായിരുന്നു. ആ പരിശുദ്ധമായ നിമിഷത്തിനിടെ ചില അനാവശ്യമായ വീഡിയോകളും ക്ലിപ്പുകളും പകർത്തി പങ്കുവയ്ക്കപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ വളരെ വേദനയായി. ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരെയും മീഡിയയെയും ഉൾപ്പെടെ ഞാൻ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ ഭക്തിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ചില നിമിഷങ്ങൾ അവതരിപ്പിച്ചത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ സാരിയോ ഭാവങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും പ്രവൃത്തികളോ കാരണം ഏതെങ്കിലും ഭക്തരുടെ മനസ്സിൽ അനാവശ്യമായി വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും അതായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ മനസ്സ് അമ്മയ്ക്കറിയാം. ആ ചൂടും ആ പരിശ്രമവും ആ പ്രാർത്ഥനകളും എൻ്റെ ചിരിയുടെ പിന്നിലുള്ള സത്യസന്ധതയും അമ്മയ്ക്കറിയാം. ആ സത്യം മതി എനിക്ക്. എപ്പോഴും ഞാൻ ആറ്റുകാൽ അമ്മയുടെ വിനയമുള്ള ഒരു ഭക്തയായി തുടരും. എല്ലാം അമ്മയുടെ തിരുവടികളിൽ സമർപ്പിച്ചുകൊണ്ട് എന്നാണ് അന്ന രാജന്റെ വാക്കുകൾ. നടിയുടെ വിശദീകരണക്കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇപ്പോൾ തന്നെ ഓൺലൈൻ ക്യാമറകൾ വീഡിയോ പകർത്തിയ രീതികൾക്കെതിരെ നിരവധി വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. പൊങ്കാല ചടങ്ങിനിടെ ചില യൂട്യൂബ് ചാനലുകൾ പകർത്തിയ ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് അന്ന രാജന്റെ വിവാദങ്ങൾക്കും തുടക്കമായത്. നടിയുടെ വസ്ത്രധാരണത്തെയും ശരീരപ്രകൃതിയെയും മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. സ്വന്തം ബ്രാൻഡിൽ നിന്നുള്ള സാരി ധരിച്ചാണ് അന്ന എത്തിയത്. എന്നാൽ റീച്ച് വർദ്ധിപ്പിക്കുവാൻ നടി മനഃപൂർവ്വം യൂട്യൂബർമാരെ ക്ഷണിച്ചു വരുത്തിയതാണെന്നും പൊങ്കാലയെ പബ്ലിസിറ്റി സ്റ്റണ്ടായി ഉപയോഗിച്ചുവെന്നും ഒരു വിഭാഗം ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ നടി തൻ്റെ ചിരിക്കും പ്രാർത്ഥനയ്ക്കും പിന്നിലെ സത്യസന്ധത അമ്മയ്ക്കറിയാമെന്നും ഒരു വിനീതയായ ഭക്തയായി തുടർന്നും താൻ ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് നടിയുടെ കുറിപ്പിന് താഴെ പ്രതികരണങ്ങളുമായി എത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.